ഹായ് ഡിയേഴ്സ്, ഒരു ക്രിസ്മസ് കാലവും കൂടെ വന്നെത്തിയല്ലേ. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ വീടിനടുത്തുള്ള അമല ഹോസ്പിറ്റലിൽ ഒരുപാട് ലൈറ്റ്നിങ് അറേഞ്ച്മെൻറ്റ്സും ഒരു വലിയ ക്രിബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാഥൂനാണെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അവനെയും കൊണ്ട് ക്രിബ് കാണിക്കാമെന്ന് കരുതി ഞാനും വിബിയും കൂടെ ഒന്ന് ഇറങ്ങി. കണ്ടില്ലേ, ഈ വാട്ടർ ഫൗണ്ടെയിൻ കണ്ടപ്പോൾ മുതൽ അപ്പനും മോനും വെള്ളത്തിനടുത്താണ്. നാഥൂന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നൊരു വിധത്തിൽ ക്രിബ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്മസ് കൂടിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ്. ബട്ടർഫ്ലൈസും 2 സ്നോമാനും ഒക്കെ വെച്ചിട്ട് നല്ല കളറാക്കി വെച്ചിട്ടുണ്ട്. അപ്പനും മോനും പോണ വഴിക്ക് എല്ലാവർക്കും ടാറ്റു കൊടുത്തിട്ടാണ് പോണേ. എല്ലാവരും പരിചയമുള്ള മാതിരിയാണ് മൂപ്പരാളെ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരോ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ വെറൈറ്റി ചെയ്യാൻ പറ്റുമോ അതുപോലെ പൂക്കളും കൂണുകളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെയാണ് അമല ഹോസ്പിറ്റലിൽ ക്രിബ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ലൈറ്റൊക്കെ കണ്ടപ്പോൾ പിന്നെ അവന് വാശിയായി അതുമ തൊടാൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ തുള്ളാൻ അവൻ്റെ അപ്പനും. അങ്ങനെ ലൈറ്റിൽ കൂടെ പോണ നാഥൂനെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ പുൽക്കൂട് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇതിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഈ പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്നല്ലേ, പ്രസവിച്ച് കിടക്കുന്ന അമ്മ മാതാവ്, അതായത് കുഞ്ഞിൻ്റെ അടുത്ത് പ്രസവിച്ച് കിടക്കുന്ന അമ്മ. ആ കൺസെപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. മൊത്തത്തിൽ അടിപൊളി തന്നെ ആയിട്ടുണ്ട് കേട്ടോ അമല ഹോസ്പിറ്റലിലെ പുൽക്കൂട്. അങ്ങനെ കുറച്ച് നേരം അവിടെ പുൽക്കൂടൊക്കെ കണ്ടു നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാഥൂനൊന്ന് നിലത്തിറക്കി പിന്നെ പറയണ്ടല്ലോ, നാഥുട്ടൻ്റെ കളികൾ ആരംഭിച്ചു കേട്ടോ. നിലത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരാൾക്കൊരു പ്രത്യേക ഉഷാറാണ്. മൊത്തത്തിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൈബ് തന്നെയാണ് കേട്ടോ അമല ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുന്നത്. അവിടെ വരുന്ന രോഗികൾക്കാണെങ്കിലും അവർ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിലും ഒരു നിമിഷം എല്ലാം മറന്നൊന്ന് ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ പുൽക്കൂടും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ലൈറ്റ്നിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത്. ചെറുതായി മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാഥൂനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.